ഹായ്, എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പുഡിംഗ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൽ പുഡിങ്ങും ഉണ്ട്, അതിൻ്റെ താഴെ കേക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മാജിക് കേക്ക് എന്നും ചോക്കോ ഫ്ലാൻ കേക്ക് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. ഒരു കാരമൽ ലെയറും ഒരു പുഡിങ്ങും ഒരു ചോക്ലേറ്റ് കേക്കും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായാൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. വാലന്റൈൻസ് ഡേ സ്പെഷ്യലായിട്ട് എടുത്തുന്നേ ഉള്ളൂ. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. സാധാരണ ഒരു കേക്ക് ടിന്നോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രം എടുത്താലും മതി കേട്ടോ. ഇനി നമ്മൾക്ക് കാരമൽ ആദ്യം റെഡിയാക്കണം. ഫസ്റ്റ് ലെയർ കാരമലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ അതുപോലെ ഒന്ന് മാറി വരും. അതിനുശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അധികം അങ്ങ് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കയ്പ്പ് വരും. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എല്ലാ ഭാഗത്തും നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. തണുത്ത് കഴിയുമ്പോൾ ഇത് സെറ്റാവും. ഇനി നമുക്ക് പുഡിംഗ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. 240 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. അത് തിളപ്പിച്ചതിന് ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളും അതുപോലെ ഒരു വിസ്കും എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ടയാണ് ചേർക്കുന്നത്. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. ഫ്രിഡ്ജിലുള്ളതാണെങ്കിൽ നേരത്തെ എടുത്ത് പുറത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലും ബീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതായത് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര വരും. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ തിളപ്പിച്ചിട്ടുള്ള പാല്, തണുത്ത പാലാണ് ചേർക്കുന്നത്. ചൂടാറിയതിന് ശേഷം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാലൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കുന്നുണ്ട്. ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. കൊക്കോ പൗഡറിൽ ചെറുതായിട്ടൊരു കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഈ മൈദയും കൊക്കോ പൗഡറും കൂടെ. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടും ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളും ഒരു വിസ്കും എടുക്കുക. അതിലേക്ക് 2 മുട്ടയാണ് ചേർക്കുന്നത്. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രിഡ്ജിലുള്ളതാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ പുറത്തെടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ കുറേശ്ശെ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ നമ്മളിത് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ പുഡിങ്ങിനൊക്കെ ബീറ്റ് ചെയ്ത പോലെ അല്ല കേട്ടോ. കേക്കിന് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. കാര്യം ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് നമ്മുടെ ആ മുട്ട ശരിക്കും ഡബിളായിട്ട് വരും. നമ്മൾ 2 മുട്ട ചേർത്തിട്ടുണ്ടെങ്കിലും നന്നായിട്ട് പതഞ്ഞ് കണ്ടില്ലേ, ഇത്രയും പതഞ്ഞ് വരും. അപ്പോൾ അത്രയും നേരം നമ്മൾ ബീറ്റ് ചെയ്യണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ മാത്രം ചേർക്കരുത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ നല്ല ഇതുപോലെ പതഞ്ഞ് ഫ്ലഫി ആയിട്ട് വരുന്നവരെ നമ്മൾ ബീറ്റ് ചെയ്യാനുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ മുട്ടയും അതുപോലെ ഓയിലും വാനില എസൻസും ഇത്രയാണ് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ ഒരുമിച്ച് ചേർക്കാതിരിക്കുക. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇതുപോലൊരു സ്പാച്ചുല വെച്ചിട്ടോ ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ ഒരു മരത്തിൻ്റെ കയ്യിൽ വെച്ചിട്ടോ
പതുക്കെ ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓവറായിട്ട് അങ്ങ് മിക്സ് ചെയ്യരുത്, അധികം ഇട്ടിട്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് വരില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് പതുക്കെ ആ മൈദയും മുട്ടയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ഈ മുട്ട എത്രത്തോളം പതപ്പിച്ചെടുക്കണോ അതനുസരിച്ചാണ് നമ്മുടെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ മുട്ട നന്നായിട്ട് തന്നെ പതപ്പിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ കിട്ടുക. അല്ലെങ്കിൽ കുറച്ച് ടൈറ്റായി പോകും നമ്മുടെ മുട്ട അത്രയും ഇല്ലെങ്കിൽ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ടിന്നിൽ ക്യാരമലൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുഡിങ്ങിൻ്റെ മിക്സാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഒഴിക്കുമ്പോൾ ഒരു അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചിട്ട് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം നമ്മൾ മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ചിങ്ങനെ പതയും അതുപോലെ അടിയാതെയൊക്കെ ഉണ്ടാവും. കണ്ടില്ലേ, ഈ ഒരു പത പോലെയുള്ളത്. അപ്പോൾ അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് കളയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അരിച്ചൊഴിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കണത്. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇതിൻ്റെ മുകളിൽ ഒഴിക്കുമ്പോൾ ഇത് താന്നൊന്നും പോവില്ല കേട്ടോ, ഇത് മുകളിൽ തന്നെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ മാജിക് കേക്ക് എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മുകളിലായിട്ട് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് 2 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തേക്ക്, ഒന്ന് എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ കേക്കിന് അടിക്കണ പോലെ അത്രയും ബലത്തിലൊന്നും ടാപ്പ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമ്മൾ ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പാത്രമൊക്കെ ആണെങ്കിൽ മൂടിയുള്ള പാത്രം വെച്ചിട്ട് കവർ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു ഇഡ്ഡലി കുക്കറിലാണ് അത് വേവിച്ചിട്ടെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലൊരു ബൗൾ ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇഡ്ഡലി പാത്രത്തിൽ തട്ടുണ്ടെങ്കിൽ, സാധാരണ മേളിൽ വെക്കണ തട്ടുണ്ടാവില്ലേ, ആ തട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മൾ പുഡിങ്ങിൻ്റെ പാത്രം വെച്ചാൽ മതി. എനിക്കിപ്പോൾ തട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ബൗൾ വെച്ചത്, കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുഡിങ്ങിൻ്റെ പാത്രം ഇറക്കി വെക്കുക. അതിനുശേഷം ഇത് അടച്ചിട്ട് ഒരു 35 മുതൽ 40 മിനിറ്റ് വരെയാണ് നമ്മളിത് വേവിച്ചിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുക, വെള്ളം ആവശ്യത്തിന് ഉണ്ടോ എന്നുള്ളത് ഇടയ്ക്കൊന്ന് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരു 30 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു കുത്തി നോക്കുക, ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ കുത്തി നോക്കുക. അതിലൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. പിന്നെ അലൂമിനിയം ഫോയിൽ നമ്മൾ പൊക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള വെള്ളം കേക്കിൽ വീഴാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പ്ലേറ്റിലേക്ക് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ജസ്റ്റ് ഒന്ന് കമഴ്ത്തിയിട്ടെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ക്യാരമൽ പുഡിംഗ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മേലിൽ ക്യാരമലിൻ്റെ ലെയറും പിന്നെ താഴെ പുഡിങ്ങും പിന്നെ അതിൻ്റെ താഴെ ചോക്ലേറ്റ് കേക്കും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാനിതിനൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറിയുടെ സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നുമില്ല, കുറച്ച് സ്ട്രോബെറി പഞ്ചസാരയും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് ഒരു റെഡ് കളർ ഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളർ ചേർക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്ട്രോബെറി വെച്ചിട്ട് ഇതുപോലെ ചെയ്തത്. അപ്പോൾ അത്രേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് പുഡിംഗ് ആണ്. അപ്പോൾ ഇത് തണുപ്പിച്ചിട്ട് കഴിക്കുക, ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ ആ സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങും കേക്കും ഒക്കെ കൂടെ ഒരുമിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആട്ടോ. അപ്പോൾ ഈ വാലന്റൈൻസ് ഡേക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തന്നെ ഇഷ്ടമാവും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, കാണാനും നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഞാനതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണിത്, പുഡിങ്ങും കേക്കൊക്കെ നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.